ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഇറാൻ ഇസ്രായേൽ വാർ, അതിനകത്ത് യാതൊരു മാറ്റവും കാണുന്നില്ല. രണ്ട് ഭാഗങ്ങളും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിട്ടുള്ള അറ്റാക്കും കൗണ്ടർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിനകത്തിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു പീസ് സമാധാനത്തിൻ്റെ ഒരു വഴി തുറക്കുന്നതായിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകളൊന്നും നമ്മൾ കാണുന്നില്ല. തീർച്ചയായിട്ടും ആം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഇപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിപ്രായമല്ല, അറിവാണ്. ലോകത്ത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെല്ലാം അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാരണം അമേരിക്കയുടെയും ഈ അതായത് ആംഗ്ലോ അമേരിക്കൻ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു പ്രോക്സി മാത്രമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ യുദ്ധങ്ങളും, ഇസ്രായേൽ അവിടെ കാട്ടിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ വെസ്റ്റ് അമേരിക്ക, യു എസ്, നാറ്റോയ്ക്ക് വേണ്ടിയാണ്. കാരണം യു എസ് നാറ്റോയുടെ പ്രോക്സിയാണ് ഇസ്രായേൽ എന്നുള്ള കാര്യം ജിയോ പൊളിറ്റിക്സ് അറിയുന്ന ആൾക്കാർക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതിന് നമുക്ക് ഒരു രാജ്യം ഫോർമലായിട്ട് യു എന്നകത്തുള്ള രാജ്യം ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു രാജ്യമാണെന്ന് പറയാമെങ്കിൽ തന്നെയും ലോകമഹായുദ്ധം രണ്ടിന് ശേഷം ബ്രിട്ടീഷ് അമേരിക്കൻ ഇമ്പീരിയലിസം അവരുടെ സർവാധിപത്യം മിഡിൽ ഈസ്റ്റിലും സെൻട്രൽ ഏഷ്യയിലും ഒക്കെ നിലനിർത്താനും അല്ലെങ്കിൽ വ്യാപിപ്പിക്കാനും ഒക്കെ വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോക്സി സ്റ്റേറ്റാണ് ഇസ്രായേൽ എന്നുള്ളത്. അപ്പോൾ ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളും തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിൽ ഉള്ള പിന്നെ അറബ് ട്രൂ അറബ് നാഷണലിസത്തെ കശാപ്പ് ചെയ്തിട്ട് അവിടുത്തെ റിസോഴ്സിൻ്റെ മുകളിൽ സർവാധിപത്യം സ്ഥാപിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു ഇസ്രായേലിനെ ഉണ്ടാക്കി വെച്ചത്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റ് നമുക്കറിയാം ഉണ്ടാക്കിയെടുത്തത് ഇതേ ഉദ്ദേശത്തോട് തന്നെ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പിന്നെ അന്നത്തെ അവരിപ്പം ഇത് 47 അല്ല അതിന് മുമ്പുള്ള ഹിസ്റ്ററി നമ്മളെടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു 100 വർഷത്തെ ഒരു ഹിസ്റ്ററി നമ്മളെടുക്കുമ്പോൾ, ബ്രിട്ടീഷ് സാമ്രാജ്യം അവർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു വികസിത രാജ്യമായി മാറരുത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അവർ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സിന്തറ്റിക് സ്റ്റേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, അത് ഉണ്ടാക്കി വെച്ചത്. കാരണം നമ്മളെ ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഇന്ത്യയെ ചെക്ക്മേറ്റ് ചെയ്യാൻ. ഇന്ത്യ മാത്രമല്ല, ഈവൻ ചൈന, ഇറാൻ, അന്നത്തെ USSR എന്ന് പറയുന്ന നമ്മൾ, റഷ്യ, ഇന്ന് നിലനിൽക്കുന്ന റഷ്യ, ഈ 4 രാജ്യങ്ങളെ കൃത്യമായിട്ട് ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടി പടിഞ്ഞാറൻ സാമ്രാജ്യ ശക്തികൾ ഉണ്ടാക്കിയെടുത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്നും തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു പ്രോക്സിയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ചൈനയെ എന്ന് പറയുന്ന, ചൈന അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചൈന ഇനിയും അവരുടെ ഓർബിറ്റിൽ നിന്നും വഴുതി മാറി ഒരു ദേശീയത, അവർ ദേശീയതയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് സ്വതന്ത്രമായി സാമ്രാജ്യ ശക്തികളിൽ നിന്നും മാറി സ്വതന്ത്രമായ ഒരു രാജ്യമായി നിലകൊള്ളുക അല്ലെങ്കിൽ ദേശീയത ഉള്ള ഒരു രാജ്യമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു തുറുപ്പുചീട്ടായിട്ട് തന്നെയാണ് പാകിസ്ഥാനെ അവരന്ന് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ചൈന ഇപ്പോൾ ആക്ച്വലി ആംഗ്ലോ അമേരിക്കൻ ഒരു സംവിധാനത്തിൻ്റെ ഒരു കോളനിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തൽക്കാലം നമുക്ക് പാകിസ്ഥാൻ്റെ ഒബ്ജക്റ്റീവിൽ അല്ലെങ്കിൽ പാകിസ്ഥാനെ നിർമ്മിച്ച ലക്ഷ്യത്തിൽ ചൈനയെ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. പക്ഷേ ഇറാൻ, റഷ്യ, ഇന്ത്യ, ഈ 3 രാജ്യങ്ങളെ ചെക്ക്മേറ്റ് ചെയ്യുക. കാരണം ഈ 3 രാജ്യങ്ങളും, ഇന്ത്യ ആയാലും ചൈന ആയാലും ഇറാൻ ആയാലും റഷ്യ ആയാലും, ഈ 4 രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും 1, 2, 3 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് അവരവരുടെ സാമ്രാജ്യം വികസിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പടിഞ്ഞാറൻ സാമ്രാജ്യത്തിന് ഈ പറഞ്ഞ മേഖലകളിലൊന്നും തന്നെ അവരുടെ ആധിപത്യമോ സർവാധിപത്യമോ നിലനിർത്താനോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനോ നിലനിർത്താനോ സാധിക്കത്തില്ല എന്നുള്ളത് അവർക്ക് നേരെ കൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ കണ്ടത്. ഒട്ടോമൻ എംപയറിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളെ അവർ ഉണ്ടാക്കുകയും പല രാജ്യങ്ങൾ, സൗദി അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിൽ അവർ കൊണ്ടുപോയി ഉണ്ടാക്കിയെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സംസാര വിഷയം അതല്ല. ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ പാകിസ്ഥാൻ അവർ ഒഫീഷ്യലി ഫോർമലി ഒക്കെ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇറാൻ്റെ ഒപ്പമാണ്. ലോകത്തിലെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇറാൻ്റെ ഒപ്പം അണിനിരക്കണം അല്ലെങ്കിൽ നിലനിൽക്കണം, എന്നിട്ട് ജൂയിഷ് രാജ്യമായിട്ടുള്ള ഇസ്രായേലിനെ എതിർക്കണം എന്നൊക്കെ പാകിസ്ഥാൻ ഒഫീഷ്യലി ഫോർമലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അങ്ങനെ നടക്കാൻ പോകുന്നില്ല. പാകിസ്ഥാൻ ഇറാനൊപ്പമല്ല. തീർച്ചയായിട്ടും അമേരിക്ക പറയുന്നതിനനുസരിച്ച്
നിലനിൽക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമാണ് ഇവിടെ നമ്മൾ ഏഹ്, അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞത്. അതായത് ഇവിടുത്തെ ടൈറ്റിൽ പറഞ്ഞാൽ നിർണായക സമയത്ത് ഇറാനെ കൈവിട്ട് പാകിസ്ഥാനും അതിർത്തി പൂട്ടി അഭയാർത്ഥി പ്രവാഹം ഒഴിവാക്കാൻ നീക്കം, വമ്പൻ നീക്കത്തിന് US ഒരുങ്ങുന്നു. ഓക്കെ. കാരണം പാകിസ്ഥാൻ അറിയാം എവിടെ നിൽക്കണമെന്നുള്ളത്. പാകിസ്ഥാൻ ആരുടെ പ്രോക്സിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അമേരിക്കയുടെ പ്രോക്സി തന്നെയാണ്, ചൈനയുടെ പ്രോക്സിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയും ചൈനയും ജിയോ പൊളിറ്റിക്സിൻ്റെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം പണ്ട് കോൾഡ് വാർ സമയത്ത് ശീതകാല സമരത്തിൻ്റെ സമയത്ത് പാകിസ്ഥാൻ അമേരിക്കയുടെ പ്രോക്സി ആയിരുന്നു. ഏറ്റവും വലിയ ക്ലോസസ്റ്റ്, ഏറ്റവും അടുത്ത അവരുടെ എന്താണ് പറയുന്നത്, ഒരു സുഹൃത്ത് രാജ്യമായിരുന്നു. അപ്പോൾ പാകിസ്ഥാനെ അവർ അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് വിനിയോഗിക്കുകയും പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയും USSR കമ്മ്യൂണിസത്തിനെതിരെ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത ഒരു പ്രോക്സിയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യക്കെതിരെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിന്നത്, നമുക്കറിയാം. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ഇപ്പം പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ബന്ധം പഴയ പോലെ അത്ര വലിയ ഊഷ്മളമല്ലെങ്കിൽ ഊഷ്മളമല്ലെന്ന് നമുക്ക് ഫോർമലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും പാകിസ്ഥാൻ അമേരിക്കയുടെ നമ്പർ 1 പ്രോക്സി സ്റ്റേറ്റ് ആണ്. കാരണം അമേരിക്ക പറഞ്ഞതനുസരിച്ച് വിടുപണി ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഓക്കെ. ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഇപ്പോഴെല്ലാം അവർ ദശാബ്ദങ്ങളായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ ചൈനയുടെ പ്രോക്സി ആയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അമേരിക്കയും ചൈനയും, അപ്പോൾ അവരുടെ ഏഹ്, ചൈനയുടെ പ്രോക്സിയായിട്ട് പാകിസ്ഥാൻ നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ ആർക്കെതിരെയാണ് അവർ നിലകൊള്ളുന്നത്? ഇന്ത്യക്കെതിരെയാണ്. അപ്പോൾ പണ്ട് അമേരിക്കയുടെ ഒപ്പം നിന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയ്ക്കൊപ്പം നിൽക്കുമ്പോഴും പാകിസ്ഥാൻ വിടുപണി ചെയ്യുന്നത് ഇന്ത്യക്കെതിരെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയും ചൈനയും ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന നാണയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നുള്ള കാര്യം നമ്മൾക്ക് തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇറാന് പണി കൊടുത്തു അല്ലെങ്കിൽ ഇറാനെ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം ജനങ്ങൾ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഏത് രാജ്യത്തായാലും പ്രത്യേകിച്ച് ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ പലായനം ചെയ്യും. അഭയാർത്ഥികളായിട്ട് അയൽപക്കത്തുള്ള രാജ്യങ്ങളിലേക്ക് അവർ തീർച്ചയായിട്ടും സാധാരണ ജനങ്ങളാണ്. കാരണം അവർക്ക് വീടും അല്ലെങ്കിൽ അവരുടെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ കയ്യിൽ കിട്ടുന്നത് ഒരിടത്തുണ്ട്. തീർച്ചയായിട്ടും അയൽ രാജ്യങ്ങളിലേക്ക് അവർ പ്രവഹിക്കും. അത് നമ്മൾ ലോകത്ത് എപ്പോഴും കാണുന്നതാണ്, എവിടെയും കാണുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് തന്നെ തീർച്ചയായിട്ടും വരും, അഭയം പ്രാപിച്ചതാണ്. അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് പോകാം, അല്ലെങ്കിൽ അടുത്തുള്ളത് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ നിന്നും വലിയ തോതിൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തന്നെ പാകിസ്ഥാനിലേക്ക് ഒത്തിരി അഭയാർത്ഥികൾ ഉണ്ട്. അപ്പോൾ അത് തന്നെ പാകിസ്ഥാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളൊരു വിഷയങ്ങളുണ്ടായിരിക്കാം. കാരണം ഒത്തിരി ആൾക്കാർ ഇതുപോലെ കടന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നാമതേ പാകിസ്ഥാൻ ആഭ്യന്തരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അഭയാർത്ഥികളെ ഉൾക്കൊള്ളുവാൻ തൽക്കാലം അവർക്ക് സാധിക്കാതെ വരുന്നുണ്ടായിരിക്കാം പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഒരു നീക്കം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇറാന് പ്രത്യക്ഷമായിട്ട് ആരും തന്നെ ഇതുവരെ സപ്പോർട്ട് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ചൈനയും റഷ്യയും ഇറാൻ്റെ ഒപ്പമാണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. പക്ഷേ ഇറാൻ പാകിസ്ഥാനെയും തുർക്കിയൊക്കെ കൂട്ടുപിടിച്ച് ഇസ്രായേലിനെതിരെ ഒരു നീക്കം നടത്തണം അല്ലെങ്കിൽ നടത്താമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സെറ്റ് ബാക്ക് അല്ലെങ്കിൽ തിരിച്ചടിയായിട്ടാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു നീക്കം. കാരണം അവരുടെ അതിർത്തി, ഇറാനുമായിട്ട് നല്ല അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അതിർത്തി പൂർണ്ണമായിട്ട് അടയ്ക്കാനും അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് അവർ എണ്ണ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യാപാരമൊക്കെ നിർത്തുവാനും പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു നിരാശയുടെ അല്ലെങ്കിൽ തിരിച്ചടിയുടെ ഒരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ, കാരണം ടർക്കിയും പാകിസ്ഥാനൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ അതിന് മങ്ങലേൽക്കിരിക്കുന്നത്. അപ്പോൾ ഇത് പാകിസ്ഥാൻ ജനങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആരെ പേടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കും ഇങ്ങനെ പാകിസ്ഥാൻ ഒരു നീക്കം. കാരണം തീർച്ചയായിട്ടും ചൈനയിൽ നിന്നും ഇങ്ങനെ ഒരു നിർദ്ദേശം ഇറാനെതിരെ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലിനെ ഭയന്നിട്ട് തന്നെ ആയിരിക്കും
കാരണം ഇസ്രായേലിനെ ഭയക്കാൻ കാരണം ഞാൻ നേരത്തെയുള്ള വീഡിയോ പറഞ്ഞിടാം. കാരണം നെതന്യാഹു നേരത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഇതുപോലെ തന്നെ ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക് രാജ്യമായിട്ടുള്ള ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് സ്വായത്തമാക്കുന്നത് അല്ലെങ്കിൽ നേടിയെടുക്കുന്നത് ഇസ്രായേലിനെ പോലുള്ള രാജ്യത്തിന് അവരുടെ നിലനിൽപ്പിന് വലിയൊരു ത്രട്ടാണ്, ഭീഷണിയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യവും ഒരു അണുവായുധ ശക്തിയായി നിലനിൽക്കുന്നത് ഇസ്രായേലിന് വലിയ ത്രട്ടാണ് എന്ന് നേരത്തെ ആ, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഇൻ്റർവ്യൂവിലോ പത്രസമ്മേളനത്തിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസിനെ ന്യൂട്രലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റോൾ ബാക്ക് ചെയ്യാനോ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേൽ അമേരിക്കൻ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആയിരിക്കും. പാകിസ്ഥാൻ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ ആം, മുന്നോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അതോടെ ഭയം എന്നായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആശങ്കയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത്. അതിനേക്കാളും ഉപരി അമേരിക്കയെ പാകിസ്ഥാനുമായിട്ട് ഈ അടുത്ത സമയത്ത് അവരുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്ന ചില ആം, ലക്ഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്നായാലും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആയാലും പാകിസ്ഥാനെ കൂടുതൽ പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ചില നീക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥം പാകിസ്ഥാനെ ഇറാനെതിരെ ഉപയോഗിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലൂടെ തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയൊരു സൈ ഓഫ് റിലീഫാണ്, ഒരാശ്വാസമാണ്. കാരണം പാകിസ്ഥാൻ ആകപ്പാടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയായിട്ട് നടക്കുന്ന സമയത്ത് ഈ IMF-ൽ നിന്ന് ലോൺ അനുവദിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ട ഒരു രാജ്യമാണ്. അമേരിക്കയുടെ പ്രോക്സിയായിട്ട് ഏത് സമയവും പിന്നെ അവർക്ക് അമേരിക്ക പറയുന്ന വിടുപണി ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന രാജ്യമാണെന്നുള്ള നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇത് ഒരു നിരാശാജനകമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു പാകിസ്ഥാനായിട്ട് നല്ല അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ബലൂചിസ്ഥാൻ പ്രവിശ്യയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാര റൂട്ട് കൂടിയാണ് ഈ പറഞ്ഞ പ്രവിശ്യ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യ എന്ന് പറഞ്ഞത്. ഇറാന്റെ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇസ്രായേൽ നടത്തിയ ആക്രമണം തുടങ്ങിയ സമയത്ത് പാകിസ്ഥാൻ ആദ്യമൊക്കെ ഇറാൻ അനുകൂല നിലപാടെടുത്തിരുന്നു എന്നാണ് പൊതുവെ നമുക്ക്, അത് എത്രത്തോളം ആത്മാർത്ഥതയോടെയാണെന്ന് നമുക്കറിയില്ല നമുക്ക്. പക്ഷേ ഇസ്രായേൽ ഇറാന്റെ മേലുള്ള അറ്റാക്ക് കൂടുതൽ ശക്തമാക്കുകയും ഇറാന് മേൽക്കൈ യുദ്ധത്തിൽ നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള തോന്നൽ പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു സമീപനം, അതായത് ഇതൊക്കെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി ഇറാനെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ വിരോധം അല്ലെങ്കിൽ എതിർപ്പ് സമ്പാദിക്കുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളൊരു കണക്കൂട്ടലിൽ അവരുടെ സമീപനം മാറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മളൊരു റിപ്പോർട്ട് ഇറാൻ്റെ ഒരു ടോപ്പ് കമാൻഡർ പറഞ്ഞതായിട്ടത് പാകിസ്ഥാൻ ഡിനേ ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഏതെങ്കിലും രീതിയിൽ ഇറാൻ്റെ മുകളിൽ അണുവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇറാനെ സഹായിക്കാൻ വേണ്ടി തയ്യാറാണ്. ഇസ്രായേലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ അണുവായുധം ഉപയോഗിക്കുവാൻ പാകിസ്ഥാൻ തയ്യാറാണ്. കാരണം ഇപ്പോൾ ഒരു ഇസ്ലാമിക് ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ മാത്രമുണ്ട്. മുസ്ലിം രാജ്യങ്ങളുടെ മൊത്തം പ്രൊട്ടക്ഷൻ പാകിസ്ഥാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഏതെങ്കിലും മുസ്ലിം രാജ്യത്തിൻ്റെ മുകളിൽ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ അണുവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ അവിടെ ഓടിയെത്തുകയും അവരെ പാകിസ്ഥാൻ്റെ അണുവായുധം ഉപയോഗിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊക്കെയുള്ളൊരു വെപ്പാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇസ്രായേലിന് അങ്ങനെ ഒരു ഓഫർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രായേലിൽ ഒരു ടോപ്പ് കമാൻഡർ പറഞ്ഞത്. പക്ഷേ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി അത് പെട്ടെന്ന് തന്നെ ഡിനേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തതാണ്. അപ്പോൾ അത് അങ്ങനൊരു പ്രസ്താവന അല്ലെങ്കിൽ ആ ഒരു സൈനിക മേധാവി അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഓഫീസറിൻ്റെ കമാൻഡറിൻ്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ വാക്കുകളാണ് പാകിസ്ഥാനെ പെട്ടെന്ന് ഇതിൽ നിന്നും ഇറാന് കൊടുത്ത സപ്പോർട്ടിൽ നിന്നും
പുറമോട്ട് മാറാൻ അല്ലെങ്കിൽ പിൻവലിയാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അമേരിക്ക ഇസ്രായേലുമായിട്ടൊരു ഏറ്റുമുട്ടൽ പാകിസ്ഥാന് ഇനിയും താങ്ങാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇസ്രായേലിന് തോന്നുകയാണ് പാകിസ്ഥാൻ ഈ അവസരത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ അടുത്തൊരു ടാർഗറ്റ്, കാരണം ഒരു ന്യൂക്ലിയർ പവർ ആയതുകൊണ്ട്, ഒരു മുസ്ലിം രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ പവർ കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ടാർഗറ്റ് പാകിസ്ഥാൻ ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം പാകിസ്ഥാൻ്റെ അവസ്ഥ, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബലൂജികളുടെ ഭാഗത്തു നിന്നും സിന്ധികളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ സാമ്പത്തികമായിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ ഇസ്രായേലിനെ പോലുള്ള രാജ്യത്തിൻ്റെ വിരോധവും വെറുപ്പും കൂടെ നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് എത്രത്തോളം താങ്ങാനാവുന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ പോലും വയ്യ. അപ്പോൾ പാകിസ്ഥാനിലേക്ക് കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് ഒത്തിരി അഭയാർത്ഥികൾ ചെന്നെത്തി എന്നുള്ള റിപ്പോർട്ടാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥികളെ കൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇറാനിൽ നിന്നും യുദ്ധത്തിന് യാതൊരു വിരാമം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് യാതൊരു അയവ് വരുന്നില്ലെങ്കിൽ അഭയാർത്ഥികൾ തീർച്ചയായിട്ടും, കാരണം അതിർത്തി രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അഭയാർത്ഥികൾ, കാരണം അവർക്ക് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലത്തേക്കല്ല ഈ ജനങ്ങൾക്ക് ചെന്നെത്താൻ കഴിയത്തുള്ളൂ. അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങൾ അടുത്ത ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ പലായനം ചെയ്യുകയും അഭയം പ്രാപിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇറാനിൽ നിന്നുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, എപ്പോഴും അവർ അടുത്ത സമീപ പ്രദേശത്തുള്ള രാജ്യങ്ങളിലേക്ക് അവർ അഭയം പ്രാപിക്കുന്ന ഒരു നമുക്കറിയാവുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ പാകിസ്ഥാനിലേക്ക് ഇറാനിൽ നിന്നുള്ള ആൾക്കാർ അഭയം പ്രാപിക്കാൻ തുടങ്ങി, അഭയാർത്ഥികളായിട്ട് വരാൻ തുടങ്ങിയത് പാകിസ്ഥാന് വലിയ തലവേദനയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ബോർഡർ അടച്ച് സീൽ ചെയ്തത്. പിന്നെ അതുതന്നെയല്ല, ഇറാനെ അനുകൂലിക്കുക എന്നുള്ള പരസ്യമായിട്ടുള്ള നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ശത്രുത ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള ഭയവും പാകിസ്ഥാൻ ഭരണകൂടത്തിനുണ്ട്. ആ ഭയം തീർച്ചയായിട്ടും നമുക്കറിയാം, ഇസ്രായേൽ ഇറാൻ വിഷയം ഒന്ന് ഒത്തുതീർപ്പാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവസാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഒട്ടും തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ടുള്ള കളിയാണ് ഇവിടെ കളിച്ചത്. അവർക്കറിയാം, ആദ്യം വലിയ വാചകമൊക്കെ അടിച്ചെങ്കിൽ തന്നെയും ഇറാനെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം യുക്രൈൻ റഷ്യ വാർ തുടങ്ങിയ സമയത്ത് അന്ന് ഇമ്രാൻ ഖാൻ ആയിരുന്നു പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി. ആ യുദ്ധം തുടങ്ങുന്നതിന് ഏകദേശം വളരെ തലേ ദിവസമോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസത്തിന് മുമ്പ് റഷ്യയിൽ പോയി പുടിനുമായിട്ട് മീറ്റിംഗ് നടത്തുകയും റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം യുക്രൈന് കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഇമ്രാൻഖാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങേർക്ക് അവിടുത്തെ ഭരണം നഷ്ടപ്പെടാനുള്ള സാഹചര്യം തന്നെ ഉണ്ടായത്. അദ്ദേഹം ഇപ്പോൾ ജയിലിലുമാണ്. നമുക്കിപ്പം ഈ ജിയോ പൊളിറ്റിക്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ഓപ്പണായിട്ട്, പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുക, ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും നല്ല പല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ആയുധങ്ങൾ കൊടുക്കാം, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാം, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇരു രാജ്യങ്ങളും ഒരേ മതക്കാരാണെന്നുള്ള രീതിയിൽ ആ രീതിയിൽ സപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്തിൽ ന്യൂട്രാലിറ്റി എന്താണ് പറയുന്നത്, ന്യൂട്രലാകാം. അപ്പോൾ ഏത് രീതിയിലായാലും ശരി, പിന്നെ മറുഭാഗത്ത് നിൽക്കുന്ന അമേരിക്ക ഇസ്രായേൽ ശക്തികൾ അവർക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഈ നിലപാടിനെ അനുകൂലിക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ നിലപാടിനെ അവർക്ക് അത്ര എന്താണ് പറയുന്നത് സ്വീകാര്യമല്ലെങ്കിൽ പാകിസ്ഥാൻ തീർച്ചയായിട്ടും പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ പണി കിട്ടത്തില്ല. കാരണം അതിനുവേണ്ടിയാണ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രംപിൻ്റെ ഭാഗത്തുനിന്നും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ പാകിസ്ഥാനെ കൂടെ നിർത്തുവാൻ വേണ്ടി ഉള്ള, അതായത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു പാർട്ട്ണറാണെന്ന് അമേരിക്ക പറയുമ്പോൾ തന്നെയും പാകിസ്ഥാനെ കൂടുതൽ സഹായങ്ങൾ കൊടുത്തും, അല്ലെങ്കിൽ പാകിസ്ഥാന് വലിയ പരിക്കുകളൊന്നും ഉണ്ടാകാതെ ഓപ്പറേഷൻ സിന്ധൂറിലൊക്കെ രക്ഷിച്ചെടുത്തതൊക്കെ ഇതിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നയപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പം ഇറാന് പ്രത്യക്ഷമായിട്ട്
നമുക്ക് ഒരു രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇസ്രായേൽ ഇറാൻ യുദ്ധം വളരെ ശക്തമായിട്ട് തന്നെ അറ്റാക്കും കൗണ്ടർ അറ്റാക്കുമായിട്ട് തുടരുന്നുണ്ട്. ഇരുഭാഗങ്ങളും പിന്നെ വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്തുള്ളൊരു അയോഗ്യത്തുന്ന രീതിയിലുള്ളൊരു സമീപനം കൈക്കൊള്ളുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളൊന്നും തന്നെ ഇതിനകത്തിൽ കാര്യമായിട്ടുള്ളൊരു സമാധാനം ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ മുൻപോട്ട് വരുന്നതായിട്ട് നമുക്ക് റഷ്യ ആയാലും ചൈന ആയാലും അമേരിക്ക ആയാലും ഫ്രാൻസ് ആയാലും ബ്രിട്ടൻ ആയാലും അല്ലെങ്കിൽ UN ആയാലും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കമ്മ്യൂണിറ്റി സൗദി UAE ഇതൊക്കെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. അവരൊന്നും തന്നെ മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അപ്പോൾ യുദ്ധത്തിന് ഇതുവരെ അതിൻ്റെ റിസൾട്ട് അടിക്കുക തിരിച്ചടിക്കുക അടിക്കുക തിരിച്ചടിക്കുക. ഇരു രാജ്യങ്ങൾക്കും വളരെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഇസ്രായേൽ ജയിച്ചോ ഇറാൻ ജയിച്ചോ എന്നുള്ളതല്ല, പക്ഷേ ഇരു രാജ്യങ്ങളും ശക്തമായ രീതിയിൽ അടിക്കുന്നുണ്ട്, തിരിച്ചടിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങൾക്കും നല്ല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള പൊതുവെയുള്ള നമുക്ക് ഒരു അവലോകനത്തിൽ നിന്നും അല്ലെങ്കിൽ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.